അപ്പോൾ ഗൈസ് വെൽക്കം ബാക്ക് ടു സ്റ്റോറീസ് ഓഫ് മാരേജ്. എന്തൊക്കെ വീണ്ടും ഞാൻ തന്നെ. അപ്പോൾ ഇന്ന് നമുക്ക് റിസപ്ഷന് പോകണം. ഇന്നലെ നമ്മൾ കല്യാണം അറ്റൻഡ് ചെയ്തു. ഇന്ന് നമുക്ക് റിസപ്ഷൻ ഉണ്ട്. താനൂർ വെച്ചിട്ടാണ് റിസപ്ഷൻ. നമുക്ക് ഇവിടുന്ന് ഒരു ഉച്ച ഒരു ഒന്നര മാക്സിമം 1:30 ആകുമ്പോഴേക്കും ഇറങ്ങണം. കാരണം ഇന്ന് 7-ാം തീയതിയാണ്. ഇന്ന് ഇലക്ഷൻ്റെ കലാശക്കൊട്ടാണ്. റോഡൊക്കെ ഫുള്ള് ബ്ലോക്ക് ആവും, ഉറപ്പില്ല കേസാണത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു 1:30 ആകുമ്പോൾ ഇറങ്ങണം എന്നാണ് ഞാൻ കരുതണത്. അറിയില്ല, എന്താ അപ്പോഴത്തെ ടൈമിനനുസരിച്ചിട്ട് മാറ്റം വരും. പിന്നെ ഇന്നലത്തെ വീഡിയോ അടിപൊളിയായി എന്ന് ഞാൻ കരുതുന്നു. പക്ഷേ എനിക്കായിട്ടില്ല. കാരണം കുറേ എഡിറ്റിങ്ങിൽ കുറേ പിഴവുകൾ വന്നിട്ടുണ്ട്. ഒന്നാമത്തെ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങി. ഞാൻ ഇവിടെ വന്നപ്പോഴേക്കും ഞാൻ ആകെ പൊട്ടങ്ങി. ഞാൻ 8 മണിക്കേറ്റേ വീട്ടിലെത്തണം. 8:30 ആകുമ്പോഴാണ് ഞാൻ വീട്ടിലെത്തണം. അത് കഴിഞ്ഞപ്പോൾ പിന്നെ നേരെ ഒരു കടത്തായിരുന്നു വയ്യാണ്ടായിട്ട്. പിന്നെ ഒരു 1 മണിക്കൊക്കെ നീച്ചിരുന്നിട്ടാണ് ഞാനിത് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. അങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോൾ എന്തുണ്ടായി, ഇതിൽ കുറേ ഭാഗം ഞാൻ കട്ട് ചെയ്യാൻ മറക്കാൻ മീൻസ് ഞാൻ രണ്ടാമത് റീടേക്ക് എടുത്ത വീഡിയോ ഒക്കെ ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്യാൻ മറന്ന് മൊത്തത്തിലൊരു ഉറക്കപ്പിച്ചിലായിരുന്നു ഇന്നലത്തെ വീഡിയോ. പിന്നെ കുറേ വിഷ്വൽസ് കാണിക്കാൻ വിട്ടുപോയി. എന്താണെന്ന് വെച്ചാൽ എൻ്റെ സ്പേസ് മീൻസ് സ്റ്റോറേജ് സ്പേസ് ഫുള്ളായിരുന്നു. അത് ഡിലീറ്റ് ചെയ്യേണ്ട കുറേ തിരക്ക്. അത് കഴിഞ്ഞപ്പോൾ ഫോൺ ഓഫായി. അവിടെ വെച്ചിട്ട് ചാർജറില്ല കുത്തിവെക്കാൻ. വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. പിന്നെ ഇന്നത്തെ കല്യാണം അടിപൊളിയായി. കല്യാണം അടിപൊളിയായി. ഫുഡ് അതിലും അടിപൊളിയായി. നല്ല പായസമാണ്, പാലട. വയറ് നിറയെ കുടിച്ചിരിക്കുകയാണ് ഞാൻ. പിന്നെ അതൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് റിസപ്ഷൻ വീഡിയോ ആയിരിക്കും. ഇന്നലത്തെ എല്ലാ 13 ക്യാരക്ടേഴ്സും അത് തന്നെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ജസ്റ്റ് ഗോ ആൻഡ് സബ്സ്ക്രൈബ്. ഇതുപോലത്തെ ഇനിയും കുറേ വീഡിയോസ് വരാണ്ട്, കുറേ ഇവൻറ്റ്സ് വരാണ്ട്, കുറേ കാറും ബൈക്കും സംബന്ധമായിട്ടുള്ള വീഡിയോസ് ഉണ്ട്, എൻ്റെ ഡെയിലി ലൈഫ് ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ വരാണ്ട്. അപ്പോൾ ഇപ്പം തന്നെ പോവുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ അങ്ങോട്ട് ഞെക്കുക. എന്നാൽ അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും, നിങ്ങൾക്ക് അപ്പം തന്നെ കാണും ചെയ്യാം. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പം ഇനി നമുക്ക് പോവാൻ നേരത്ത് കാണാം. ഓക്കെ, സീ യു ഗൈസ്. അങ്ങനെ നമ്മൾ പോകാനൊരുങ്ങി. ഇതാണ് ഇന്നത്തെ നമ്മുടെ വേഷം. ഇതിപ്പോൾ എങ്ങനെ ഇപ്പം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. 1 മിനിറ്റ്. കാണുന്നുണ്ടാവും. ഇതാണ് ഇന്നത്തെ നമ്മുടെ വേഷം. ഒരു വൈറ്റ് ഷർട്ട്, ഡെനിം, ജീൻസ്, പിന്നെ നമ്മുടെ ബൂട്ട്സ്. അപ്പോൾ ഇതിട്ടിട്ടാണ് ഇന്ന് പോണേ. നമ്മുടെ മാഗ്നറ്റ് കുട്ടാനിതാ. നമ്മളിവിടുന്ന് ഇപ്പോൾ ഒരു 1:30 ആകുമ്പോൾ ഇറങ്ങാനാണ് നോക്കണത്, തീരുമാനിച്ചിട്ടുള്ളത്. ഇറങ്ങും. ഓക്കെ, അപ്പം ഇനി പോണ വഴിയൊക്കെ കാണാം. ഓക്കെ ഗൈസ്, ഭക്ഷണം കഴിച്ചോ? ഇല്ല. പറേ, ഇല്ലടാ. എന്താ കഴിച്ചെന്ന് പറ കുട്ടി, പറേ എന്താ കഴിച്ചേ? ചോറ്, പിന്നെ സാമ്പാറ്, മീന്. ഞാൻ കഴിച്ചിട്ടില്ല മീനിട്ട്. പിന്നെ മുള്ളു കുടുങ്ങിയ അപ്പം നീ കൊണ്ട് പോണ്ടി വരും. അപ്പൊ ഈ മീന് തിന്നിട്ട് മുള്ളു കുടുങ്ങിയപ്പോ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു പറയും? അതൊക്കെറിയില്ല. എങ്ങനെ കുടുങ്ങിയെന്ന് പറയാം. കുടുങ്ങിയത് തിന്നിട്ട്. ഏത് മീനായിരുന്നു? കോര, കിളിക്കോര. എന്നിട്ടോ എന്താ കാട്ടിയ? എന്നിട്ട് എന്താ കാട്ടി പറ? ഒന്നും കാട്ടില്ല. ഉപ്പുണ്ടോ നോക്കിയതാണ്. മീനിൽ ഉപ്പുണ്ടോ നോക്കാൻ പറഞ്ഞു. ഞാൻ മീനിൽ ഉപ്പുണ്ടോ നോക്കി. മുള്ളു ചങ്കിലിരുന്നു, മീൻ ഇറങ്ങി. ഇത് പറയേ. എന്നിട്ട് എന്താ കാട്ടിയോ? ആസ്പത്രി പോയോ? ആസ്പത്രി പോയി. എന്നിട്ട് അതിൽ കുഴലൊക്കെ എടുത്തു. ആ മുള്ളേ ആ മുള്ളു കഴുത്തിൽ മാലേമ്പ് കെട്ടിക്കോളാൻ പറഞ്ഞു. ഓർമ്മക്കായിട്ട് മഞ്ജു ഇങ്ങോട്ട് തിരിഞ്ഞ ചിരിക്കേ. എന്റെ കുപ്പായ എങ്ങനെയുണ്ട്? സൂപ്പർ. ഇതൊക്കെ വീഡിയോയില് വരും കേട്ടോ. ഇതൊക്കെ വീഡിയോയില് വരും. അംഗനവാടി ടീച്ചറെ പബ്ലിക്കിലാക്കും. ഇങ്ങോട്ടൊക്കെ ചിരിക്കേ, നല്ലോണം ചിരിക്കേ. ഹലോ, നമ്മളെവിടെ എത്തി? ഷജികുട്ടൻ പറയും. ഷജികുട്ടൻ,
നമ്മളെവിടെ എത്തി പറ ഹയറേ ഉറങ്ങിയത് ഉറക്കത്തിലാണ്. നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന റിസപ്ഷന്. ഓക്കെ, ഇനി അവിടെ ചെന്നിട്ട് കാണാം. ഞാൻ വണ്ടി ഓടിക്കട്ടെ. ഗൈസ്, നമ്മളങ്ങനെ ഓഡിറ്റോറിയത്തിലെത്തി. കണ്ണേട്ടൻ, സച്ചു, ഇന്നലത്തെ സെയിം ടീം ഇന്നുണ്ട്. ഇവനെന്ത് ചാടേ, പെണ്ണും ചെക്കനും എങ്ങോട്ടാ പോണങ്ങള്? ആറ്റുനോട്ട് വെള്ളത്ത് വന്ന എന്ത് പ്രഹസനാണത്, ടു ബാഡ്. എന്താണ് അടുത്ത ആള് പരാതിയായിട്ട് എന്താണ് പറയും? ഇതില് പറയും. എല്ലാരും ഉണ്ട്, ഇന്ന് എല്ലാരും ഉണ്ട്. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഞാൻ ആറ്റുനോറ്റ് LP പോയിട്ട് വാങ്ങിയ ഷർട്ട്. ഇതെങ്ങനെ ഒറ്റ നോട്ടത്തിലെല്ലാം ഒന്നല്ലേ? സച്ചോ, ഡയർ ചാട്. അഞ്ജജി കൺഗ്രാചുലേഷൻസ്. എന്തൊക്കെയാ വന്നേ? സങ്കടം മാത്രം, സന്തോഷം മാത്രം. എല്ലാതും ഉണ്ട്. അതെ, ചതിയൻ, വഞ്ചകൻ, നോക്കിയോക്കെ. ഞാനേ ആറ്റുനോറ്റൊന്ന് വെള്ളട്ട് വന്നത് അപ്പൊ നോക്കിയത് എന്ത് മോശത്തര അതൊക്കെ. അത് കൊടുത്തു. അതുകൊണ്ടാണ് ഞാൻ ലുക്കില്ലോണ്ട്. നമുക്ക് ഇവിടെ കയറാം. ബിരിയാണി ഉണ്ട്. ഇത്തിരി പത്തല്ല, അത് ഒന്ന് മതിയേ. ലേശ റൈസ് ഇടും, അത് മതി. ഓക്കെ, പീസ് ഓക്കെ. ഫുഡ് കണ്ടിട്ട് എന്താ പറയല്ലേ? എന്തെങ്കിലും പറയേ. കഴിക്കാതെ എങ്ങനെ അഭിപ്രായം പറയും? ഗൈസ്, ഫുഡ് നമുക്ക് ബിരിയാണി റൈസ് ഉണ്ട്, ചിക്കൻ വറുത്തുണ്ട്, പിന്നെ ബിരിയാണീൻ്റെ മസാല ചിക്കൻ, പിന്നെ ചിക്കൻ കുറുമ, പിന്നെ നെയ്പത്തൽ, സാലഡും ഉണ്ട്, അച്ചാറും ഉണ്ട്. ഞാൻ അച്ചാർ എടുത്തില്ല. കണ്ടല്ലേ? കഴിച്ചിട്ട് വരാം. പിന്നെ ഐസ്ക്രീം വാങ്ങിയിട്ടൊക്കെയല്ല.
ആവശ്യം വാങ്ങേ എന്നാ വാങ്ങിയിട്ട് ഇരിക്കണ്ടാ. ഐസ്ക്രീം കഴിച്ചോ? ഐസ്ക്രീം കഴിച്ചോ? ഐസ്ക്രീം കഴിച്ചോ? എന്താ കഴിക്കാൻ? ഞാന് ഐസിന്റെ ക്രീം കഴിച്ചത്. ഐസിന്റെ ക്രീം കഴിച്ചിട്ട് ചക്കനെ പൊടിരപ്പേ നോക്കേ. പോലെ 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 ഫോട്ടോ എടുത്തിട്ട് കുഴങ്ങിയിട്ട് പോവാണ്. ഇല്ലേ കൊണ്ട് 100 ഫോട്ടോ എടുപ്പിച്ചിട്ടുണ്ട്. എന്നിട്ടില്ല പോക്കാണ് ദുഷ്ട നിക്കണോക്കെ ഡപ്പേ. യോ ഓ ഓ ഇജ്ജ് കഴിച്ചോ? ഫുഡ് എങ്ങനെയുണ്ട് പറയാം. ഫുഡ് എങ്ങനെയുണ്ട് പറയാം. എന്തൊക്കെയാ കഴിച്ചേ? ഉറക്കനെ പറയും. ഞാനൊരു പൊറോട്ട, കുറച്ച് റൈസ്, കുറച്ച് ചില്ലി ചിക്കൻ, പിന്നെ മറ്റേ കോളിഫ്ലവറിന്റെ മനസ്സിലായി. ആയിഷ ഫുഡ് എങ്ങനെയുണ്ട്? കേക്കാല. ഒരു ഭംഗിയില്ല അല്ലേ? ഇതാണ് പൊടിഡപ്പ. ദൂരത്തു നിന്നല്ലേ കണ്ടിട്ടുള്ളൂ, അടുത്തുനിന്ന് കണ്ടോ? അടുത്തൊരു കല്യാണം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ പൊടിഡപ്പേൻ്റെ കല്യാണം. കല്യാണത്തിന് വരാൻ പോണ വ്ളോഗ് പൊടിഡപ്പേൻ്റെ എൻ്റെയർ ഹിസ്റ്ററി ഞാൻ പൊളിക്കും. 100 ഫോട്ടോ ഞാൻ ഇവിടെ നിന്ന് 100 ഫോട്ടോ ആണ് ഇവിടെ വന്നിട്ട് എടുപ്പിച്ചത്. 100 ഫോട്ടോ ഓരോ ഫോട്ടോ കഴിയുമ്പോഴും രസമല്ലടാ, എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. 100 ഞാൻ കറക്റ്റ് തന്നെയുള്ളൂ. 100 എന്റെ ഗാലറിയിൽ തെളിവുണ്ട്. കാണാനാണെങ്കിലോ ചാണകം. പിന്നെ എനിക്ക് ഫാൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് വലിയ പ്രശ്നമില്ല. എന്റെ വ്ളോഗ് എന്നെ കാണാൻ വേണ്ടിട്ട് വരുന്ന ആളുകൾ ഏതാ ഈ തള്ളാന്ന്? ഇല്ല അല്ലട്ടോ, അതൊക്കെ വെറുതെയാണ്. അല്ലല്ല ഉണ്ടാവോ? അതൊക്കെ ആരാ? നിങ്ങളെന്ത് ഒന്നും ഒരു സെലിബ്രിറ്റി അല്ലേ? ബോഡി ഷേപ്പ് ഞാനെപ്പോഴാ ബോഡി ഷേപ്പ് ചെയ്തേ? ഞാൻ നല്ലതല്ലേ പറഞ്ഞിട്ടുള്ളൂ. പൊടിയിടപ്പ തല ഇങ്ങനെ തിരിക്കുക, എന്നിട്ട് കൈക്ക് തട്ട പൊടി. സെലിബ്രിറ്റിക്ക് ചേർന്നതാണോ ബോഡി ഇവിടെ ഇന്നലെ തെറ്റിപ്പോയതല്ലേ? ഇതിന്റെ അടുത്തുനിന്ന് തെറ്റിപ്പോയതല്ലേ? എന്റെ ചെരുപ്പ് കാണിച്ചോണ്ടാ? ഇതെന്താ തിളങ്ങണേ? അമ്പൂ നാണം. അയ്യേ നാണം. നോക്കട്ടെ, കാണിച്ചോണ്ടാ? അങ്ങനെ നമ്മള് പോവാണ്. പറഞ്ഞോ ഫീലായിട്ടൊക്കെ കരച്ചിലൊക്കെ കരയേ ഞാൻ അടിക്കാ. കരയേ എടാ ഞാൻ പോവാടാ. ഞാൻ പോവാടാ. ഓയ്യോ കെട്ടിപ്പിടിച്ച് വീഡിയോ കാണിക്കട്ടെ. കെട്ടിപ്പിടിച്ച് ആയിഷിന് മാത്രമേ സ്നേഹമുള്ളൂ. സ്നേഹല്ല ആയിഷിന് മാത്രമേ ഉള്ളൂ. ഇവരെല്ലാരും പരാതിയാണ് ആയിഷ് മാത്രമേ ഉള്ളൂ വ്ളോഗിലെന്ന്. അളിയൻ സീന ലുക്ക് നോക്കിയൊക്കെ നിങ്ങൾ കുറച്ച് നീങ്ങുന്ന ആള്. അളിയൻ തൂക്കി. അളിയൻ ഇത് എന്താണ് റിസപ്ഷൻ അളിയൻ തൂക്കി. ഇവൻ ആദ്യം തൂക്കിയതാണ്, രണ്ടാമത് തൂക്കിയത് അളിയൻ. അത് കറക്കിക്ക. വെൽക്കം ബാക്ക്. അപ്പോൾ അങ്ങനെ എത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഡ്രസ്സൊക്കെ മാറി ഒന്ന് സെറ്റായി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ചെറിയ വീഡിയോ ആണ്, ജസ്റ്റ് ഒരു 10 മിനിറ്റ്സോ ഒക്കെ ഉണ്ടാവും എന്ന് തോന്നുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് ഇനിയും വരുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു റിസപ്ഷൻ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഭക്ഷണം കഴിച്ചു, കുറച്ച് നേരം അവിടെ ഇരുന്നു, കുറേ ചിരിച്ച്
കുറേ ഫോട്ടോസ് എടുത്ത് പോന്നു. അത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്. ഇറ്റ്സ് മീ നിരഞ്ജൻ.